ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ പൂവാറിലാണ്. ഇപ്പോൾ പൂവാറിൽ നിന്ന് ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസ്. കുറച്ച് വർഷം മുന്നേ വെഡ്ഡിങ് ഷൂട്ടിനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള പ്ലേസാണ്. അത് കാണിച്ചു തരാം. ആ, ഇതാണ് പ്ലേസ്. ഒരുപാട് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ്, ഒരുപാട് വീഡിയോസും ഇറങ്ങിയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം ഇന്ന് ഇവിടെയാണ് ഞാനിങ്ങനെ എൻ്റെ മോഡൽസിനെ വെച്ചിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിതുണ്ട്. പിന്നെ ഈ ബിൽഡിംഗ് അത്യാവശ്യം പഴയതായി. അപ്പം ഈ ബിൽഡിങ്ങിൽ അടുത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും. കാരണം മേളിൽ നിന്ന് പൊട്ടി വീഴുന്ന തല പൊട്ടാനും അങ്ങനെയൊക്കെ കുറേ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് ഫുള്ളായിട്ട് കവറാകാൻ കിട്ടുന്ന ഒരു പ്ലേസ് ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്ലേസിനെ നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രത്തോളം എനിക്ക് ഒരുപാട് കാക്കകളുണ്ട്, അതിൻ്റെ സൗണ്ടും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നോക്കി നോക്കാം നമുക്ക്. അപ്പം മോഡൽസിന് എന്തായാലും മോഡൽസിന് എന്തായാലും നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇവനാണ് ഇന്നത്തെ നമ്മുടെ മോഡൽ. ഇന്നും ഇവനാണ് നമ്മളെ മോഡൽ. അപ്പോൾ ഇവനെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ഒന്ന് നൈസായിട്ട് ചെയ്യാം. അടുത്തൊരു പ്ലേസ് ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇവനെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്ത് നോക്കാം. കാരണം അവിടെ വെച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ് കിട്ടി. അപ്പം ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. ഇവിടെ ഇവനെ ജസ്റ്റ് ഒന്ന് വയ്ക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു പ്ലേസ് നോക്കണം. പ്ലേസ് നോക്കിയിട്ട് വെച്ചിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന ഒരു പ്ലേസ് നോക്കി എടുക്കുന്നുണ്ട്. നോക്കട്ടെ. ഇവിടെ കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. നോക്കാം, വെച്ച് നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം മണലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. സമയം ഒത്തിരി ലേറ്റായിപ്പോയി. എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോഴത്തേക്കും 12 മണി അടുപ്പിച്ചായി. അപ്പോഴത്തേക്കും ഇവിടെ നല്ല വെയിലായി. കുറച്ചുകൂടെ മുന്നേ രാവിലെ വന്നിരുന്നെങ്കിൽ അത്യാവശ്യം ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു വിഷ്വൽസ് കിട്ടിയേനെ. കാരണം ബിൽഡിങ്ങിൻ്റെ സൈഡ് ഫുള്ള് ബ്ലാക്ക് ആയിപ്പോയി. അപ്പോൾ വിഷ്വൽസ് എടുക്കാനായിട്ട് കുറച്ച് ഇതാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സി വ്യൂവിൽ കുറച്ച് പടങ്ങൾ നോക്കി നോക്കാം. എങ്ങനെയാണ് നോക്കട്ടെ. വന്ന ടൈമിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിപ്പോയി. നെക്സ്റ്റ് ടൈം എന്തായാലും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ട്. നോക്കാം. ഇതാണ് ബീച്ചിൻ്റെ ജസ്റ്റ് പൂവാർ ബീച്ചാണ്. ബീച്ചിൽ അങ്ങ് ദൂരെ കുറച്ച് ദൂരെയാണെങ്കിൽ അത്യാവശ്യം ക്രൗഡുണ്ട്. അവിടെ ഫുള്ളും നമ്മളെ ബോട്ടിംഗ് ഒക്കെ കൂടെയുള്ള സംഭവമാണ്. ഇവിടുന്ന് ബോട്ടിംഗ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ബീച്ചിൻ്റെ സെറ്റപ്പാണ്. പിന്നെ അങ്ങ് ദൂരെ ഒരു കപ്പൽ കിടപ്പുണ്ട്. നമുക്ക് വൈഡായതുകൊണ്ട് അത് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതാണ് ആ ബിൽഡിങ് ഒക്കെ കൂടെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ബീച്ചിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കാം. എങ്ങനെയാണ് നോക്കിയിട്ട് ഇവിടെ പറ്റിയൊരു പ്ലേസ് ആണ്. കാരണം എല്ലായിടത്തും ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ബീച്ചിൻ്റെ സൈഡിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി കിടപ്പുണ്ട്. ജസ്റ്റ് ഒരു തടി കഷ്ണമാണ്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉറപ്പായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇവനെ വെച്ചിട്ട് എന്തെങ്കിലും എടുക്കാനായിട്ട് എന്തെങ്കിലും ഉറപ്പായിട്ടൊരു ഉപയോഗം ഉണ്ടായിരിക്കും. വേറെ ഒരു ഗുണമോ അതൊക്കെ ഇവനെ വെച്ചിട്ട് എന്തായാലും എടുക്കാനായിട്ട് കുറച്ച് ഇത് കിട്ടും. അപ്പം നമുക്ക് എന്തായാലും നോക്കിയിട്ട് ഇവനെ വെച്ച് എടുക്കാനായിട്ട് ഒരു ഇതിലോട്ട് നോക്കാം. ഇതിൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കുക. ഓക്കെ,
ഇന്നത്തെ ഷൂട്ട് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസും ഫോട്ടോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തിനി ഒരു വീഡിയോസായി വരുന്നവരെ കാണാം. അതുപോലെ തന്നെ ഇനിയും വേറെ ലൊക്കേഷനായിട്ട് ഉറപ്പായിട്ടും എത്തുന്നതായിരിക്കും.